وهو حسبنا في كل حال وكفى وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله المصطفى أرسله ومصباح الإيمان قد انطفى فشرح الصدور بكتاب الله وشفى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഈമാനും തഖ്വയും നിലനിർത്താനുള്ള പരിശ്രമം ഉണ്ടാകണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ഭയപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാമൂഹിക ചുറ്റുപാടിലാണ് നമ്മളൊക്കെയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, സ്വന്തം വീടിനെക്കുറിച്ചും സ്വന്തം കുടുംബത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചും ചിന്തിച്ചാൽ ഒരുപാട് ആശങ്കകൾ മുമ്പൊന്നുമില്ലാത്ത വിധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. കുറേയൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടും കണ്ടിട്ടും കണ്ടിട്ടില്ല എന്ന് നടിച്ചും പലതും മനഃപൂർവ്വം വിസ്മരിച്ചും നമ്മളങ്ങനെ ഓരോ ദിനങ്ങൾ തള്ളി നീക്കുന്നു എന്നതാണ് നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു സത്യം. ഇന്ന് നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓരോ വർഷവും ആവർത്തിച്ചു വരുന്നത് എന്നാണ്. ഫിത്രത്ത് എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഫിത്തർ. അതൊരു പുതിയ തളിരാണ്, ഒരു പുതിയ പ്രതീക്ഷയാണ്, ഒരു പുതിയ ആശ നമുക്ക് നൽകുന്ന കാര്യമാണ്. ഈദുൽ ഫിത്തറിന്റെ സന്ദേശം അത് തന്നെയാണ്. എല്ലാ ആശങ്കകളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും നമുക്കൊരുപാട് പ്രതീക്ഷകൾ, പുതിയ തളിരുകൾ നൽകുന്ന ഒരു സന്ദർഭമാണ്, ഒരു സന്ദേശമാണ് ഈദുൽ ഫിത്തറിന്റെ സന്ദേശം. മനുഷ്യൻ എന്ന ഈ പ്രകൃതിയുള്ള മനുഷ്യ പ്രകൃതിയെക്കുറിച്ച്, മനുഷ്യവർഗത്തെ ഭൂമിയിൽ പടക്കാൻ പോകുന്നു എന്ന് മലക്കുകൾ അല്ലാഹു പറഞ്ഞപ്പോ മലക്കുകൾ ചോദിച്ച ചോദ്യം, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ രക്തം ചിന്തുന്ന കുഴപ്പമുണ്ടാക്കുന്ന ഒരു വിഭാഗത്തെയാണോ പടച്ചോനെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നാണ്. മലക്കുകൾക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരെ പറ്റി മലക്കൾ പറഞ്ഞത്. അല്ലാഹു തആല അവർക്ക് കൊടുത്ത മറുപടി, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ എൻ്റെ ഉദ്ദേശത്തിലുണ്ട്, അതെൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്നാണ്. എന്നാൽ ഭയം വേണ്ട, ദുഃഖം വേണ്ട, സങ്കടങ്ങൾ വേണ്ട, ആശങ്കകൾ വേണ്ട. രക്തം ചിന്തുമോ, കുഴപ്പമുണ്ടാക്കുമോ, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന ഒരു ആശങ്കയും വേണ്ട. രണ്ട് മനുഷ്യരെയും, ആദ്യം സൃഷ്ടിച്ച രണ്ടുപേരെയും, മനുഷ്യവർഗത്തിന്റെ ആദ്യത്തെ രണ്ട് മെമ്പർമാരെ ഭൂമിയിലേക്ക് അയക്കും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കൊരു ഹുദ വരും. ആ ഹുദയെ പിൻപറ്റിയാൽ ആശങ്കകൾ വേണ്ട, വിഷമങ്ങൾ വേണ്ട, സങ്കടങ്ങൾ വേണ്ട. ആ ഹുദയാണ് സഹോദരങ്ങളെ
നമുക്ക് അള്ളാഹു കാലാകാലങ്ങളിലായി നൽകിയത്. ഒരു മാസക്കാലം ആ ഹുദയുടെ വെളിച്ചത്തിലാണ്, അതിൻ്റെ തെളിമയിലാണ്, അതിൻ്റെ പ്രകാശത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചതൊരു മാസം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചില തക്ബീർ ഉണ്ടല്ലോ, ഈ തക്ബീർ എല്ലാ ആശങ്കകൾക്കുമുള്ള പരിഹാരമാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും ഫഇമ്മാ യഅതിയകും മിന്നി ഹുദൻ. ഹുദ കിട്ടിയാൽ ഭയപ്പെടേണ്ട, ലാ ഖൗഫുൻ അലൈഹിം. ആ ഹുദ നിങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. ആ ഹുദ നിങ്ങൾക്ക് കിട്ടിയതിന് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പ്രകീർത്തിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്തൊക്കെയാണ് ആശങ്കകൾ? നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു പ്രതീക്ഷ കുറവാണ്. നമുക്കൊരുപാട് ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. നമ്മുടെ സ്വകാര്യ ജീവിതവും നമ്മുടെ രഹസ്യ ജീവിതവും ഒന്നും ക്ലിയർ അല്ല എന്ന് നമുക്ക് തോന്നുന്നു. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം ശരിയല്ല എന്ന് തോന്നുന്നു. എൻ്റെ ഇടപെടലുകൾ ശരിയാകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. എങ്കിൽ എന്താണ് ഈ റമദാനിൽ നമ്മൾ ശീലിച്ചത്? ഒരു വാക്കുണ്ടായിരുന്നു, ഇന്നി സായിം, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. ഇത് പറയാൻ പഠിച്ചു. ഇത് നോമ്പോടുകൂടി ശവ്വാലോടുകൂടി അവസാനിക്കരുത്. മരണം വരെ ഇന്നി സായിമുൻ എന്ന പ്രതിജ്ഞ ഉള്ളിലുണ്ടാവണം. അരുതാത്തത് കേൾക്കേണ്ടി വരുമ്പോൾ, പ്രതികരിക്കേണ്ടി വരുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ്. എന്താണ് ആ നോമ്പ്? എൻ്റെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എടുത്തൊരു പ്രതിജ്ഞയാണ്. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഇത് മരണം വരെ നിലനിർത്തണം. ഒരു വ്യക്തിയുടെ ശുദ്ധീകരണമാണ് നോമ്പ് നടത്തിയത്. വാക്കുകൾ, പെരുമാറ്റങ്ങൾ, ഇടപെടലുകൾ എല്ലാം ശ്രദ്ധിക്കണം. നബിയുടെ അടുക്കൽ വന്ന ഒരാൾ ചോദിച്ചു, റസൂലേ, എനിക്കൊരു വസിയത്ത് പറയത്ത് തരണം, എനിക്കൊരു വസിയത്ത് തരണം, നന്നാകാൻ മോഹമുണ്ട്. റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കാതിരുന്നാൽ മതി. വീണ്ടും പറഞ്ഞു, ലാ തഗ്ളബ്, വീണ്ടും പറഞ്ഞു, ലാ തഗ്ളബ്. മറ്റൊരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, മുർനി ബി അമലി യാ റസൂലല്ലാഹ്, എനിക്ക് എന്നെ ഒന്ന് നന്നാക്കണം റസൂലേ, അതിന് എനിക്കൊരു അമല് പറഞ്ഞു തരണം. റസൂൽ പറഞ്ഞു കൊടുത്തു, അലൈക അസ്സിയാം, നോമ്പാണ്. അസ്സൗമു ജുന്ന, അതൊരു പരിചയാണ്. സഹോദരങ്ങളെ, ആ നോമ്പിൽ, ഈ നോമ്പിലൂടെ നാം നേടിയെടുത്ത വ്യക്തിശുദ്ധി അത് നിലനിർത്താൻ ശ്രമിക്കുക. മരിക്കുന്നത് വരെ ഞാനൊരു നോമ്പുകാരനാണ് എന്ന വാക്ക് അത് റമദാനോടുകൂടി അവസാനിപ്പിക്കാതിരിക്കുക. മരിക്കുന്നത് വരെ പറയാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബമാണ്. എല്ലാം അല്ലാഹുവിലേക്ക് ചേർത്ത്, എല്ലാം തക്ബീറിലേക്ക് ചേർത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ മരണം എല്ലാം ആരുടെ കയ്യിൽ? അള്ളാന്റെ കയ്യിൽ. അല്ലാഹു അക്ബർ. എനിക്കൊന്നിനും കഴിയില്ല റബ്ബേ. മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പക്ഷേ നിറവേറ്റാൻ കഴിയുമെന്ന് അറിയില്ല, എപ്പോൾ അവസാനിക്കുമെന്ന് അറിയില്ല, അല്ലേ? അതുകൊണ്ട് ആരുടെ കയ്യിലാണ്? റബ്ബിന്റെ കയ്യിലാണ്. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഇണകളാക്കി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ചില ആൾക്കാർക്ക് ആൺകുട്ടികളെ കൊടുത്തു, പെൺകുട്ടികളെ കൊടുത്തു, രണ്ട് മിടകലർത്തി കൊടുത്തു. നമുക്ക് തന്ന മക്കള് അള്ളാന്റെ സമ്മാനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ മക്കളെ, ഈ കുടുംബത്തെ, ആ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് പേടിയില്ലാതെ, ഭയമില്ലാതെ, ആശങ്കകളില്ലാതെ ജീവിക്കാൻ കഴിയണം. കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, നമ്മളെ മക്കളെ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകണം. അള്ളാഹുവാണ് മക്കളെ തന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ ആ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ യോജിപ്പും ഇണക്കവും ഐക്യവും ഉണ്ടാകണം. അള്ളാഹു തന്നതാണ് ഇണകളെ. ആ ഇണയെ പടച്ചോ നമുക്ക് തന്നതാണ്. കുറവുകളും ന്യൂനതകളും ഉണ്ടാകാം, അതിൽ നമുക്ക് മക്കളുണ്ട്. ക്ഷമയോടെ മുന്നോട്ട് പോകാൻ കഴിയണം. പരസ്പരം തൃപ്തിപ്പെട്ടും പൊരുത്തപ്പെട്ടും മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ ജീവിക്കുമ്പോൾ മക്കളെ മുന്നിൽ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ അവര് മക്കൾക്ക് വേണ്ടി, മക്കളുടെ ഭാവിക്ക് വേണ്ടി ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുമ്പോൾ ആ മക്കള് നല്ലത് കണ്ട് അവർ വളരും. നമ്മളെ ക്ഷമയായിരിക്കും മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ. ഒന്നും പറയാനില്ലാഞ്ഞിട്ടല്ല, ഒന്നും ചോദിക്കാനില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നമ്മൾ ക്ഷമയോടെ ജീവിക്കുമ്പോൾ അത് കണ്ട് പഠിക്കുന്ന മക്കൾക്ക് ഒരു വലിയ സമ്മാനം ആ ക്ഷമയുടെ ഭാഗമായി നമ്മൾ കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒരു കുടുംബത്തിൽ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു വസ്ത്രം, മാതാപിതാക്കൾ ഇടപെടുന്ന രംഗങ്ങൾ. ഒരു കൂട്ട് വസ്ത്രം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ 2 കൂട്ട് വാങ്ങിക്കൊടുക്കണം. അതെന്തിനാ? ഈദ്ഗാഹ്ക്ക് പോകുമ്പോൾ ഇടാനൊന്നും, ഈദ്ഗാഹ് കഴിഞ്ഞാൽ വേറൊന്നും വാങ്ങിക്കൊടുക്കുന്ന അവർ സെലക്ട് ചെയ്യുന്നത് ഈദ്ഗാഹ്ക്ക് പോകുമ്പോൾ ഇടാൻ പറ്റൂല.
അപ്പോ ഈദ്ഗാഹ്ക്ക് പോകുമ്പോൾ വേറൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, രണ്ടെണ്ണം വാങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ്. ചുണ്ടിൽ ചായം തേക്കാൻ തയ്യാറാകാതെ പുറത്തിറങ്ങാൻ മടി കാണിക്കുന്ന പെൺകുട്ടികൾ വളർന്നു വരികയാണ്. ഈ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു അവധിയാണ് നമ്മളെ മുന്നിൽ. പരീക്ഷകളൊക്കെ കഴിഞ്ഞ് അവധിയാണ്. അവധിയും പെരുന്നാളും ഒക്കെ വരികയാണ്. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷ്മത പാലിക്കണം. ആർക്കാണ് പെരുന്നാള്? നമ്മൾ വരെ കുട്ടിയാക്കാണ് പെരുന്നാള്. ആരാ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? കുട്ടികളാ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അല്ലേ? എങ്കിൽ കുട്ടികളെ പെരുന്നാൾ ആഘോഷത്തിൽ നമുക്ക് ബേജാറില്ലേ? നമ്മളെ കുട്ടികളെ എങ്ങനെ ആഘോഷിക്കുമെന്ന് നമുക്കറിയോ? ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകുന്ന നമ്മളെ വീട്ടിലെ കൗമാരപ്രായക്കാരായ മക്കളെ കുറിച്ച് രക്ഷിതാക്കൾക്ക് എന്ത് ധൈര്യമാണുള്ളത് സഹോദരങ്ങളെ. അതുകൊണ്ട് നോമ്പ് നമുക്ക് നൽകിയത് തഖ്വയല്ലേ? എന്താണ് നോമ്പ് നിർബന്ധമാക്കി അവസാനത്തെ ആയത്തിന് അവസാനത്തെ വാക്ക് ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാകുക അല്ലേ? ഈ തഖ്വ എവിടേക്കാണ് സഹോദരങ്ങളെ? നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും രണ്ട് വിഭാഗമായി പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ. സ്വർഗത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നയിക്കപ്പെടും. അതൊരു കുടുംബമാണ്. ഒരു കുടുംബത്തിലെ വാപ്പയും ഉമ്മയും മക്കളും എല്ലാം ഉണ്ട്, മുത്തഖീങ്ങളായി ജീവിച്ചവരാണ്. അവരെ സ്വർഗത്തിന്റെ വാതിലിനടുക്കിലെത്തി അതിന്റെ കാവൽക്കാർ പറയും, തിബത്തും സലാമുൻ അലൈക്കും. എന്താ തിബത്തും? വെരി ഗുഡ് എന്നതിന്റെ അറബിയാണ് തിബത്ത. ഉഷാറായി ജീവിച്ചു നിങ്ങൾ, ദുനിയാവിൽ നിങ്ങൾ നന്നായി ജീവിച്ചു, നിങ്ങൾക്ക് സലാം, നിങ്ങൾ കടന്നുകൊള്ളൂ എന്ന് പറയും. ഈ സമയത്ത് അൽഹംദുലില്ലാഹില്ലദി സ്വദഖനാ വഅദഹു വഅൗറതനൽ അർള നതബവ്വഉ മിനൽ ജന്നത്തി ഹൈസു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. ഇത് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഹബിലനാ മിന സുവാജിന വദിരിയാതിന ഖുറത അയ്യിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എൻ്റെ ഭാര്യയെ, മക്കളെ, കുടുംബത്തെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്ക് പഠിച്ചവനെ എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് മുത്തഖീങ്ങൾ കൂട്ടം കൂട്ടമായി നടന്നു പോകുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. നോമ്പനുഷ്ഠിച്ചു, രാവിലെ പട്ടിണി കിടന്നു, ശരീരമൊക്കെ നന്നായത് നമുക്ക് തോന്നി, വെയിറ്റൊക്കെ കുറച്ച് കുറഞ്ഞു അല്ലേ? എങ്കിൽ വെയിറ്റ് കുറഞ്ഞൊരു ശരീരം മാത്രം പോരാ. ജസദുൻ ത്വയ്യിബയുടെ കൂടെ റൂഹുൻ ത്വയ്യിബ ഉണ്ടാകണം. ജസദുൻ ത്വയ്യിബ, ഒരു നല്ല ക്ലിയറായ ശരീരം, മാലിന്യങ്ങളില്ലാത്ത ഒരു നല്ല ശരീരം, അതുണ്ടായിട്ട് കാര്യമില്ല. റൂഹുൻ ത്വയ്യിബ ഉണ്ടാകണം, നല്ല ഒരു ആത്മാവ് ഉണ്ടാകണം. അതിനെന്ത് വേണം? നല്ലത് മാത്രം ഉപയോഗിക്കണം. അള്ളാഹ് എന്താ ഇറക്കി തന്നത്? കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും. നിങ്ങൾക്ക് നാം തന്നതിൽ നിന്ന് നല്ലത് ഭക്ഷിക്കണം. ഉപയോഗിക്കേണ്ടത്, മണക്കേണ്ടത്, വായിലേക്ക് വെക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് എല്ലാം നല്ലതായിരിക്കണം. യുഹില്ലു ലഹുമു ത്വയ്യിബാത്ത്, നല്ലത് ഹലാലാക്കി, വയുഹരിമു അലൈക്കുമുൽ ഖബായിസ, ഖബായിസുകളെ ഹറാമാക്കി. എന്താണ് ഖബായിസ്? ബാത്റൂമൊക്കെ കയറുമ്പോൾ നമ്മൾ പറയില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. ഖബായിസ് എന്താണ്? റിജ്സും മിൻ അമലി ശൈത്വാനാണ്. അതേതാണ്? ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. ലഹരി അടുക്കരുത്, ലഹരിയെ അടുപ്പിക്കരുത്. സഹോദരങ്ങളെ, ഇന്ന് എല്ലാ ഈദ്ഗാഹുകളിലും, കേരളത്തിലെ മൊത്തം ഈദ്ഗാഹുകളിൽ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ലഹരിക്കെതിരെയാണ്. അത് പറയാത്ത ഈദ്ഗാഹുകൾ ഇന്ന് ഉണ്ടാകില്ല. അത് അപൂർണമാണ്. സഹോദരങ്ങളെ, വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 2020 4650 കേസുകളും 2021 5334 കേസുകളും 2022 20,000 കേസുകളും 2025 20,000-ന്റെ കൂടെ 10 ഇരട്ടി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലഹരി വിമോചന കേന്ദ്രത്തിൽ സീറ്റില്ല എന്നാ പറഞ്ഞത്. ലഹരി വിമോചന കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമില്ല എന്ന റിപ്പോർട്ടാണ് വന്നത്. 20 തികയാത്ത 5000-ത്തിലധികം ആളുകളുണ്ട് ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ. അതിൽ 40% 18 വയസ്സിന് കീഴെയാണ്. സഹോദരങ്ങളെ, ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിന്റെ ദുരന്തം എപ്പോൾ കടന്നു വരുമെന്നറിയില്ല. ഭയപ്പെടണം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ NCRBയുടെ ഒരു കണക്ക് പ്രകാരം 60% കുടുംബ വഴക്ക്, 80% വിവാഹമോചനം, 84% കൊലപാതകം, 65% മോഷണം, 60% ബലാത്സംഗം,
40% അപകടം, റോഡ് അപകടങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നത് ലഹരി കൊണ്ടാണെന്നാണ് NCRBയുടെ കണക്ക് റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം, ലഹരിക്കെതിരെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ ഏജൻസികളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും ലഹരിയുടെ വരുമാനം കൊണ്ട് രാജ്യത്തിന്റെ ഭരണം നടക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന സർക്കാരുകളാണ് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായി നമ്മുടെ മുന്നിലുള്ളത്. മുമ്പ് ഒരു 8 കൊല്ലം മുമ്പ് 50 ബാറുകളായിരുന്നെങ്കിൽ 29 ബാറുകളായിരുന്നെങ്കിൽ ഇന്ന് അത് 801 ബാറുകളായി മാറിയിട്ടുണ്ട്. എക്സൈസിന്റെ തീരുവയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ വിൽപ്പന നികുതിയും അടക്കം കേരളത്തിന് ഏകദേശം 14,000 കോടി രൂപ പ്രതിവർഷം വന്നുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക്. എന്താ വേണ്ടത്? ഒരു കാര്യം ഒരു സമൂഹത്തിൽ തിന്മയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ തിന്മക്കെതിരിൽ സകല മനുഷ്യരുടെയും യോജിപ്പുണ്ടാകണമെന്ന് പറയുമ്പോൾ, ഒരു നാട് മുഴുവൻ ലഹരിക്കെതിരെ പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ, ആ ലഹരിയുടെ വരുമാനം കൊണ്ട് നാട്ടിന്റെ കാര്യങ്ങൾ നടത്തണമെന്ന് വാശി പിടിക്കുമ്പോൾ അതിലുള്ള ഒരു വൈരുദ്ധ്യം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോടും മതക്കാരോടും അതുപോലെ തന്നെ പാർട്ടിക്കാരോടും എല്ലാവരോടും ഈദ്ഗാഹുകളിലെ വിശ്വാസികൾക്ക് പറയാനുള്ളത്, പ്രായോഗികമായ തീവ്രമായ ശക്തമായ നിലപാടുകളാണ് ലഹരിക്കെതിരെ എടുക്കേണ്ടത് എന്നതാണ്. ലോകാരോഗ്യ സംഘടന കണക്ക് പ്രകാരം ലോകത്ത് 253 ദശലക്ഷം പേര് മദ്യം ഉപയോഗിക്കുന്നത് വൈകല്യം ബാധിച്ചിട്ടുള്ളതാണ്. 2001 റിപ്പോർട്ട് യൂറോപ്പിൽ 15-നും 29-നും ഇടയിൽ യുവാക്കൾ മരണമടയുന്നതിന് മുഖ്യ കാരണം ഈ മയക്കുമരുന്നാണ്. ആഘോഷങ്ങൾ, പാർട്ടികൾ, ബർത്ത്ഡേകൾ എല്ലാം ഇതൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. നമ്മൾ മക്കൾ പോകുന്ന വേദികൾ, അവർ പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ, അവർ പങ്കെടുക്കുന്ന ആഘോഷങ്ങൾ, എവിടെയാണ് ഇതില്ലാത്തത്? ഇതില്ലാത്ത ഒരു ആഘോഷമുണ്ടോ? അതില്ലെങ്കിൽ പിന്നെ എന്താ ആഘോഷം എന്ന ചോദ്യം അല്ലേ? എങ്കിൽ എത്രമാത്രം നമ്മൾ ഭയപ്പെടണമെന്ന് ചിന്തിക്കുക. എവിടെയാണ് പരിഹാരം? എവിടെയാണ് പരിഹാരം? അല്ലാഹു അക്ബർ, അത് പരിഹാരമാണ്. എന്താ കാരണം? ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ച കാലഘട്ടം ഏതാ? 6-ാം നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാർ കുടിച്ച കള്ളിന്റെ 1% പോലും ഇന്ന് ആൾക്കാർ കുടിക്കണില്ല. എന്താ കാരണം? 6-ാം നൂറ്റാണ്ടിലെ മുഴുവൻ മനുഷ്യന്മാരും മദ്യപാന്മാരായിരുന്നു, ലഹരി ഉപയോഗിച്ചവരായിരുന്നു അല്ലെ? എങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ലഹരിയെ മുച്ചൂടും മാറ്റി ഒരു തുള്ളി മദ്യം കുടിക്കാത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സമൂഹത്തെ മാറ്റിയെടുത്തു. എന്താ കാരണം? അല്ലാഹു അക്ബർ, അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് എന്താണ് അവസ്ഥ സഹോദരങ്ങളെ? ഇന്ന് എന്താണ് അവസ്ഥ? മക്കയിലെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അതേ വിശ്വാസമല്ല ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിന് പണ്ഡിതന്മാർ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നത്. റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത മുദബ്ബിറുൽ ആലം അള്ളാഹുവാണ്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരും, രഹസ്യവും പരസ്യവും ചോദ്യം ചെയ്യും. എന്താ മക്ക മുശ്രിക്കിന്റെ വിശ്വാസം? മക്ക മുശ്രിക്കിന് ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്. അവരെല്ലാം ലോകം നിയന്ത്രിക്കുന്നവരായിരുന്നു. ഒരുപാട് ഇലാഹുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആരാധ്യന്മാരുണ്ടായിരുന്നു. ആ ആരാധ്യന്മാരിൽ നിന്ന് ഒരേ ഒരു ആരാധ്യനിലേക്ക് റസൂൽ അവരെ കൊണ്ടുവന്നപ്പോ മദ്യമില്ലാതായി, ലഹരില്ലാതെയായി, പടച്ചവനെ കുറിച്ച് പേടില്ലാതെയായി. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നലെ ഞാനൊരു ലേഖനം വായിച്ചു. ആ ലേഖനം എഴുതിയ വ്യക്തി ഒരു മുസ്ലിം ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഒരു അറിയപ്പെട്ട വ്യക്തിയാണ്. എല്ലാ മഹല്ലുകളിലും ലഹരിക്കെതിരിൽ ബോധവൽക്കരണം ഉണ്ടാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ അവസാന ഭാഗം. പക്ഷേ പരിഹാരം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം? ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. മനുഷ്യ ചരിത്രത്തിൽ ലഹരിയെ മാറ്റിയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏകനായ റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. റബ്ബിനെ കുറിച്ച് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. രഹസ്യവും പരസ്യവും ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബുണ്ട് എന്ന ബോധമാണ്. അതിലേക്ക് മടങ്ങിയാൽ ലഹരി ഇല്ലാതെയാകൂ, അപ്പോഴേ ഇല്ലാതെയുള്ളൂ. അതാണ് ചരിത്രം. ആദ്യകാല ആളുകൾ ഏതൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ അവസാന കാല ആളുകളും മാറുകയുള്ളൂ എന്ന ഏറ്റവും വലിയ സന്ദേശം കൂടി ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. എന്താണ് അല്ലാഹ് പറഞ്ഞത്?
വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാം, പ്രാതിനിധ്യം നൽകാം, നിങ്ങൾക്ക് ശക്തി നൽകാം. മിൻ ബഅദി ഖൗഫിഹിം അംന. രാത്രി ഭയത്തോടെ ഉറങ്ങേണ്ട, രാത്രി ഭയത്തോടെ ഉറങ്ങേണ്ട, മക്കളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. അല്ലാഹു പറയാണ് യഅബ്ദൂനനി, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. വലാ യുശ്രികു ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. എങ്കിൽ വല യുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, എല്ലാ ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം നൽകാം. അല്ലാഹുവിന്റെ കരാറാണ്, വഅദല്ലാഹ്, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇതിലും അധികം ഒരു വലിയ പ്രതീക്ഷ ഒരു മുസ്ലിമിന് വേറെന്താണ് സഹോദരങ്ങളെ ഉള്ളത്? ശരി, ആശങ്കകൾക്ക് നടുവിൽ ജീവിക്കുന്നു. എന്താണ് ലോകത്തിന്റെ അവസ്ഥ? ഇന്നലെയും ഈദ്ഗാഹ് ആഘോഷിക്കുന്ന ഫലസ്തീനികൾക്ക് നേരെ ബോംബാക്രമണം നടത്തി. 20-ലധികം പേര് ഗസയിൽ മരിച്ചു. അതിൽ 90% പിഞ്ചു മക്കളും പാവപ്പെട്ട സ്ത്രീകളുമാണ് സഹോദരങ്ങളെ. ലോകത്ത് അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആശങ്കകൾക്ക് നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ തക്ബീർ നെഞ്ചിലേക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. രോഗികളുണ്ട്, അവരെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, റമദാൻ നമുക്കൊരുപാട് സന്ദേശം നൽകി. ഈ പെരുന്നാൾ നമ്മോട് പറയുന്നത് സമൃദ്ധമായി നന്മകൾ നമുക്കിടയിൽ നിലനിൽക്കുന്നു എന്നാണ്. കാരണം നിറഞ്ഞു കവിഞ്ഞ മസ്ജിദുകൾ, പരന്നൊഴുകിയ ദാനധർമ്മങ്ങൾ, അവരെ ചേർത്ത് പിടിക്കുന്ന സഹായഹസ്തങ്ങൾ, ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് നിന്നു പോകരുത്, ഇത് ശവ്വാലിൽ നിന്നു പോകരുത്. മരണം വരെ നിലനിർത്താൻ സാധിക്കണം. എവിടെയെങ്കിലും നമ്മളൊന്ന് പിടഞ്ഞ് വീണ് മരിക്കും. സമയമായാൽ നമ്മൾ തിരിച്ചു പോകണം. ആ തിരിച്ചു പോക്കിനെ പ്രതീക്ഷിക്കുന്നവരാണ് സഹോദരങ്ങളെ നമ്മൾ. ഇന്നലെയും ഉംറ കഴിഞ്ഞ് ഒമാനിലേക്ക് തിരിച്ചുപോയ ഒരു കുടുംബം, 2 കുടുംബങ്ങൾ അപകടത്തിൽപ്പെട്ട് ആ ഉംറ കഴിഞ്ഞവർ തിരിച്ചുപോയി. ആ തിരിച്ചു ചെന്ന് വീട്ടുകാരെ ചേർത്ത് പിടിച്ച് ഒരു മുസാഫഹത്ത് നടത്തി. ആ വീട്ടിൽ നിന്ന് ചെല്ലാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഉംറ കഴിഞ്ഞുള്ള തിരിച്ചു പോക്ക് ഖബറിലേക്കാണ് സഹോദരങ്ങളെ. നമുക്കറിയില്ല ഏത് സമയത്ത് എപ്പോൾ നമ്മൾ തിരിച്ചു പോകേണ്ടി വരുമെന്ന്. ആ ഓർമ്മയോട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അല്ലാഹ് മതി. കഫാ ബില്ലാഹി നസീറ, സഹായിക്കാൻ അല്ലാഹ് മതി. കഫാ ബില്ലാഹി വലിയ, നമുക്ക് വലിയായിട്ട് അല്ലാഹു മതി. കഫാ ബില്ലാഹി വകീല, എല്ലാം തവക്കുൽ ചെയ്യാൻ അല്ലാഹ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അല്ലാഹ് പോലെ. ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹ് മതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാത്ത ആളുകൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാലിഹായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ദാനധർമ്മങ്ങളും ഒരുപാട് സ്വതക്കകളും ഇവിടെ നടക്കുകയുണ്ടായി. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറപ്പിച്ച, എല്ലാ ദിവസവും നോമ്പ് തുറപ്പിച്ച നമ്മുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവിൽ അവർക്ക് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് ഉന്നതമായ സ്വർഗീയ ഭവനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഉദാരമായി സഹായിച്ചവരുണ്ട്, പലരും നെയ്യത്ത് വെച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അതിനെല്ലാമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനെല്ലാം അല്ലാഹു പകരം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ചാണ് നമ്മളെ മരിപ്പിക്കുന്നതെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ, അത്യാപത്തുകളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു ഷഹീദിന്റെ ശുഹദാക്കളെ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലഹരി അടക്കമുള്ള എല്ലാ ഭീകരമായ
അവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മുടെ നാടിനും കുടുംബത്തിനും അള്ളാഹു മോചനം നൽകുമാറാവട്ടെ. اللهم إنا نحمدك ونستعينك ونستغفرك ونتوب إليك لا منجا ولا منجا إلا إليك. اللهم قد حضرنا في ميدان العيد ولا تطردنا عن جنابك وإن تردنا لا حول ولا قوة إلا بك. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى أن تعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. اللهم اعتق رقابنا من النار. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة الفردوس وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول وعمل. اللهم ارزقنا الاستقامة على الأعمال الصالحة بعد رمضان. اللهم ارزقنا الاستقامة على الأعمال الصالحة بعد رمضان. اللهم أعنا على سكرات الموت. اللهم أعنا على سكرات الموت. اللهم أعنا على سكرات الموت. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن السيء الأسقام. اللهم إنا نعوذ بك من الحدم ومن التردي ومن الغرق والحرق والحرم. وأعوذ بك من أن يتخبطنا الشيطان عند الموت. وأعوذ بك أن أموت لذيذا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين على اليهود العاسدين. اللهم انقذ المسجد الأقصى من البرازيل المعتدين. اللهم انصر إخواننا في سبيلك في كل مكان. اللهم اجعل شهر رمضان شاهدا لنا ولا شاهدا علينا وحجة لنا ولا حجة علينا. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا صلاتنا. ربنا تقبل منا صيامنا. ربنا تقبل منا قيامنا. ربنا تقبل منا صدقاتنا. ربنا تقبل منا عمرتنا وسعينا. ربنا تقبل منا سائر أعمالنا وتمم تقصيرنا وتمم تقصيرنا وتمم تقصيرنا وقضي حوائجنا يا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين. നിങ്ങൾ നൽകുന്ന സദഖകൾ അങ്ങോട്ട് മുന്നിലേക്ക് എത്തിക്കുക.